കഴിഞ്ഞ ദിവസം 15ാം നിയമസഭയുടെ അവസാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചു. ബജറ്റിനെ കുറിച്ച് സ്വാഭാവികമായും സമ്മിശ്ര പ്രതികരണങ്ങളാണല്ലോ ഉണ്ടാവുക. പ്രതിപക്ഷം എപ്പോഴും ബജറ്റിനെ എതിർത്ത് പറയും, പ്രതിപക്ഷ സംഘടനകൾ എതിർത്ത് പറയും, അതുപോലെ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ എതിർത്ത് പറയും. അതൊക്കെ സ്വാഭാവികമായി അങ്ങനെ തന്നെ ഇക്കുറിയും ഉണ്ടായി. എന്നാൽ ബജറ്റിന്റെ ആമുഖത്തിൽ ധനമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ വിശേഷപ്പെട്ട സംഭവങ്ങളാണ്, കേരള സമൂഹം ഒന്നടങ്കം മനസ്സിലാക്കേണ്ടതാണ് എന്ന വസ്തുതയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്താണ് മന്ത്രി അതിനകത്ത് എഴുതി വെച്ചത്? കേരളത്തിന്റെ ശരിക്കുള്ള സമ്പത്ത് എന്താണ്? അതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കേരളത്തിന്റെ സമ്പത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ധാതു ലവണങ്ങളുണ്ട്, അല്ലെങ്കിൽ തീരദേശമുണ്ട്, നാളികേരമുണ്ട്, നമുക്ക് വ്യാവസായിക സൗഹൃദമായ അന്തരീക്ഷമുണ്ട്, അങ്ങനെ പലതും വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതിനെക്കുറിച്ചൊക്കെ ബജറ്റിന്റെ ഉൾപേജുകളിൽ വിശദമായ കാര്യങ്ങൾ, വരവ് ചെലവ് കണക്കുകളൊക്കെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ ധവളപത്രമല്ല, അതിനേക്കാളും ക്വാളിറ്റിയുള്ള കടലാസിൽ കൃത്യമായ കണക്കുകൾ ധനമന്ത്രി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇടത് സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ മന്ത്രി സൂചിപ്പിച്ച വസ്തുത, പരമാർത്ഥമായ വസ്തുത, നമ്മുടെ സഹവർത്തിത്വം, നമ്മുടെ പരസ്പര സ്നേഹം, പരസ്പരം സഹായിക്കാനുള്ള മനസ്ഥിതി, മതസൗഹാർദ്ദം, ഇതൊക്കെയാണ് കേരളത്തിന്റെ സമ്പത്ത്. അവിടെയാണ് ഈ ബജറ്റിന് ഞാൻ കൈയടിക്കുന്നത്. ഈ ബജറ്റിന് പൂർണ്ണ പിന്തുണ മനസ്സുകൊണ്ട് ഓരോ മലയാളികളും നൽകുന്നത് ആ പ്രയോഗത്തിലാണ്. നമുക്ക് ഉള്ള സമ്പത്ത് എന്ന് പറയുന്നത് അപരനെ സഹായിക്കുവാനുള്ള മനസ്സാണ്, അപരിചിതരെയും സഹായിക്കുവാനുള്ള മനസ്സാണ്, എല്ലാവരെയും ഒന്നായി കാണാനുള്ള മനസ്സാണ്, സൗഹൃദ അന്തരീക്ഷമാണ്. അത് തകർക്കരുത് എന്ന ആമുഖത്തോടു കൂടി ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കൃത്യമായും ഇടത് സർക്കാരിന്റെ സാമൂഹിക നിരീക്ഷണവും സാമൂഹിക ലക്ഷ്യവും അതിനകത്ത് വ്യക്തമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ ഈ സഹവർത്തിത്വത്തെയും സൗഹാർദ്ദ മനസ്ഥിതിയെയും കരാള സർപ്പങ്ങൾ, വിഷസർപ്പങ്ങൾ ആക്രമിക്കാൻ നിൽക്കുന്നുണ്ട്. അതും വസ്തുതയില് വർഗീയ വിഷം ചീറ്റുന്ന ചില ആളുകൾ, ചില സംഘടനകളൊക്കെ ഈ സൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ജാഗ്രത വേണം എന്ന ഒരു വാചകം കൂടി അതിനകത്ത് ധനമന്ത്രി എഴുതി ചേർത്തിട്ടുണ്ട്. ഇടതെന്നോ വലതെന്നോ, ക്രിസ്ത്യനെന്നോ ഇസ്ലാമെന്നോ ഹിന്ദുവെന്നോ വേർതിരിവില്ലാതെ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന ഒരു ചിന്ത, ഉറച്ച ചിന്ത നമുക്കിടയിൽ ഉള്ളത് കൊണ്ടാണ്, അതായത് കേരളീയർക്ക് ഉള്ളത് കൊണ്ടാണ് കേരളം വികസിക്കുന്നത്. കേരളം ഇങ്ങനെ നന്മയുള്ള സംസ്ഥാനമായി, ഗോഡ്സ് ഓൺ കൺട്രിയായി നിലനിൽക്കുന്നത്. അതിനെ തകർക്കാൻ ഒരിക്കലും അവസരം കൊടുക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ധനമന്ത്രി ബജറ്റിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ ബജറ്റിൽ ഉള്ള സന്ദേശം എന്താണ്? വികസനോന്മുഖമാണ്, ഒപ്പം തന്നെ മാനുഷിക സ്നേഹത്തിനു കൂടി, മാനുഷിക സൗഹാർദ്ദത്തിനു കൂടി പരിഗണന നൽകുന്ന ഒന്നാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ആപ്തവാക്യവും അദ്ദേഹം വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ അവിടെ കോറിയിട്ടിട്ടുണ്ട്. എന്താണ്? അപരന്മാരില്ല, എല്ലാവരും ചേരുന്നതാണ് ഇടതുപക്ഷം, എല്ലാവരും ചേരുന്നതാണ് കമ്മ്യൂണിസം, എല്ലാവരും ചേരുന്നതാണ് ഇടത് മുന്നണി എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പ്രതിപക്ഷം എത്രയൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും, ഇനി മാധ്യമങ്ങൾ, പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ വാതോരാതെ വാചകമടിച്ചാലും, ഈ സാമ്പത്തിക വിദഗ്ധരെന്നും സാമ്പത്തിക നിരീക്ഷകരെന്നും പേരെടുത്ത ആളുകൾ വന്നു നിന്ന് തലങ്ങും വിലങ്ങും ഈ ബജറ്റിനെതിരെ സംസാരിച്ചാലും ഒരിക്കലും ഈ ബജറ്റ് ജനദ്രോഹപരമല്ല, ജനകീയ ബജറ്റാണ് എന്ന് പറയാൻ അതിന്റെ ആമുഖത്തിലുള്ള ഈ വാചകങ്ങളും ഈ ഒരു ഉൾചിന്തയും മാത്രം മതിയാകും ഈ ബജറ്റ് ജനപ്രിയമാണ്, ജനകീയമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ.